20 ലക്ഷം പാവപ്പെട്ട കുടുംബങ്ങൾക്ക് സൗജന്യമായും മറ്റുള്ളവർക്ക് മിതമായ നിരക്കിലും ഇന്റർനെറ്റ് സേവനം ലഭ്യമാക്കുന്ന സംസ്ഥാന സർക്കാർ പദ്ധതിയാണ് കെഫോൺ. 17,300 സർക്കാർ ഓഫീസുകളിൽ ഇതിനകം ഇന്റർനെറ്റ് എത്തിച്ചു കഴിഞ്ഞു. പദ്ധതി പൂർത്തിയാക്കുന്നതോടെ ആളുകൾക്ക് സർക്കാർ സേവനങ്ങൾ വീട്ടിൽ ലഭ്യമാകുമെന്ന് കെഫോൺ MD സന്തോഷ് ബാബു IAS കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. ഇന്റർനെറ്റ് പൗരന്റെ അവകാശമായി പ്രഖ്യാപിച്ച രാജ്യത്തെ ഏക സംസ്ഥാനമാണ് കേരളം. ഇതിന്റെ ഭാഗമാണ് സംസ്ഥാനത്തെ മുഴുവൻ വീടുകളിലും ഇന്റർനെറ്റ് സേവനം ലഭ്യമാക്കുന്ന കെഫോൺ പദ്ധതി. പാവപ്പെട്ട 20 ലക്ഷം കുടുംബങ്ങൾക്ക് സൗജന്യമായും മറ്റുള്ളവർക്ക് മിതമായ നിരക്കിലും ഇന്റർനെറ്റ് സേവനം ലഭ്യമാകും. പദ്ധതിയുടെ ആദ്യഘട്ടമെന്ന നിലയിൽ 14,000 വീടുകളിൽ ഇന്റർനെറ്റ് എത്തുമെന്ന് കെഫോൺ MD സന്തോഷ് ബാബു IAS കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. 30,000 സർക്കാർ ഓഫീസുകളിലും ഇന്റർനെറ്റ് എത്തിക്കും. നിലവിൽ 17,300 ഓഫീസുകളിൽ ഇന്റർനെറ്റ് സേവനം എത്തിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി. ഒരു ഓഫീസിലും കെഫോൺ ഇല്ലാതിരിക്കാൻ പാടില്ല. നമുക്ക് 30,000 ഗവൺമെന്റ് ഓഫീസസ് ആണ് ഇതിന്റെ ടാർഗറ്റ് ഗവൺമെന്റ് പറഞ്ഞത്. ആദ്യത്തെ ഒബ്ജക്റ്റീവായിട്ട് 30,000 ഗവൺമെന്റ് ഓഫീസിൽ നമ്മൾ 26,592 ഓഫീസിൽ എൻഡ് ഓഫീസ് എക്യുപ്മെന്റ് ഇൻസ്റ്റാൾ ചെയ്തെങ്കിലും നമുക്ക് ഇപ്പോൾ ആസ് ഓൺ ഡേറ്റ് ഒരു 18,700 ഗവൺമെന്റ് ഓഫീസസിലെ ഇന്റർനെറ്റ് കൊടുക്കാൻ പറ്റുള്ളൂ. സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ഓഫീസുകളിലും ഇപ്പോൾ ഓഫീസ് സൗകര്യമുണ്ട്. ഓഫീസുകളുടെ പ്രവർത്തനത്തെ ഇന്റർനെറ്റ് മുഖാന്തരം ഏകോപിപ്പിക്കുക എന്നതുകൂടിയാണ് കെഫോൺ പദ്ധതിയുടെ ലക്ഷ്യം. ഇതോടെ ആളുകൾക്ക് സർക്കാർ സേവനങ്ങൾ വീട്ടിൽ ലഭ്യമാകുമെന്നും സന്തോഷ് ബാബു കൂട്ടിച്ചേർത്തു. ഇപ്പം ജനങ്ങളിപ്പം ഗവൺമെന്റ് ഓഫീസിലൊക്കെ ചുറ്റിക്കറങ്ങി നടക്കേണ്ട ഒരു ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഉണ്ട്. ഇപ്പോൾ ഗവേണൻസ് ഒക്കെ നമുക്ക് മേജറായിട്ട് എത്തിയിട്ടുണ്ട്. പക്ഷേ സിറ്റിസൻസ് അങ്ങനെ പാടില്ല. അവരുടെ വീട്ടിൽ ഇരുന്ന് തന്നെ ഗവൺമെന്റ് സർവീസസ് ഒക്കെ ലഭ്യമാകണം എന്നുള്ളൊരു മേജർ ഒബ്ജക്റ്റീവ് ഗവൺമെന്റിനുണ്ട്. കെഫോൺ പദ്ധതിയുടെ ഭാഗമായി കേരള വിഷനാണ് പാവപ്പെട്ട 20 ലക്ഷം കുടുംബങ്ങളിൽ ഇന്റർനെറ്റ് സേവനം എത്തിക്കുന്നത്. പദ്ധതി പൂർത്തിയാകുന്നതോടെ ഇന്റർനെറ്റ് രംഗത്ത് വലിയ കുതിപ്പിനാണ് കേരളം സാക്ഷ്യം വഹിക്കുക. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.